ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരു അവിയൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ അവിയലിനായിട്ട് ഒരു പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് മുരിങ്ങയ്ക്ക, അത് ഫ്രോസൺ ആയിട്ട് കിട്ടിയതാണ് എടുത്തത്, തക്കാളി, പിന്നെ ബ്രോക്കോളി, പിന്നെ പംകിനും അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിൽ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർക്കാം. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ പച്ചക്കറികളും ഒരുവിധം ചേർക്കാം. ഞാൻ കിട്ടുന്ന എല്ലാം ഇടാറുണ്ട്. ഇപ്പോൾ ഇത്ര തൽക്കാലം ഒരു കുറച്ച് വെച്ചാൽ മതി, അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഇതെല്ലാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് വേവിക്കണം. ഇനി നമുക്ക് അവിയലിനുള്ള അരപ്പ് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അതിനുവേണ്ടി കുറച്ച് ജീരകം ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇതിനകത്തിട്ട് ചതയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങ ഇത്തിരി കൂടുതലായാലും നല്ലതാണ്. പിന്നെ കുറച്ച് സവാള, ചെറിയൊരു കഷ്ണം. ഞാൻ വെളുത്തുള്ളി അരയ്ക്കാറില്ല, സവാളയാണ് അരയ്ക്കാറുള്ളത്. പിന്നെ നമ്മൾ മഞ്ഞൾ ഓൾറെഡി ഇട്ട് വേവിക്കുന്നുണ്ട്, അതുകൊണ്ട് മഞ്ഞൾ വേണ്ട. ഇതിൻ്റെ കൂടെ ഒരു കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം. മുളക് പൊടിയും സവാളയും കൂടെ ആദ്യം ഇട്ടൊന്ന് ചതച്ചിട്ട് അതിൻ്റെ കൂടെ പിന്നെ തേങ്ങയും കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കുന്നതായിരിക്കും അതിനുള്ള അരപ്പ്. തേങ്ങയും സവാളയും ജീരകവും കുറച്ച് മുളകും കൂടി ഇട്ട് ചതച്ച് ഈ പരുവായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെന്തിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് ചേർക്കാം. ഇതിപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങൾ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് വേണമെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് വേവിച്ച് ഇങ്ങനെ ഇത് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കാം. രണ്ടായാലും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വേവിക്കണം. ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് അടച്ച് തീയിലിട്ട് വേവിച്ചതാണ്. ഏകദേശം എല്ലാം നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അധികം വെള്ളം വേണ്ട, കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കണമെങ്കിൽ ഈ വെള്ളം വറ്റുന്നവരെ കാത്തിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ചേർത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിൽ തന്നെയാണ് അരപ്പിട്ട് ചേർക്കാൻ പോവുകയാണ്. അരപ്പ് ഇതിൽ ചേർത്ത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് ചെറിയ തീയിലിട്ട് വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഇതേ അരപ്പ് തന്നെ നമുക്ക് തോരനും ഒക്കെ ഇടാവുന്നതാണ്. ഇപ്പോൾ വെളുത്തുള്ളി വേണ്ടാന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം സവാള ഇട്ട് ചതച്ചെടുത്താലും മതി. അരപ്പൊന്ന് ശരിയാവുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുക് വറുക്കാം. ഇതാണ് ഇതിൻ്റെ അവസാന ഭാഗം. ഇതിനകത്ത് കുറച്ച് എണ്ണയിൽ കടുകും ഉള്ളി, കറിവേപ്പില, ചുമന്ന മുളക് എല്ലാം കൂടി ഇട്ടൊന്ന് കടുക് വറുത്തിട്ട് അതും കൂടി ഒഴിക്കുമ്പോഴത്തേക്കും അവിയൽ റെഡിയാവും. അതെ, കടുക് വറുക്കാൻ ഒരു പാൻ എടുത്ത് ചൂടാകുമ്പോഴത്തേക്കും കുറച്ച്, ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുകിടുക. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഉള്ളി ഇടുക. ചുമന്ന മുളക്, കറിവേപ്പിലയും കൂടെ കടുക് വറുത്തിട്ട് ഇനി ഇത് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന അവിയലിൽ ചേർക്കേണ്ടത്. അരപ്പിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റിന് ശേഷം ഇതിപ്പോൾ ഏകദേശം അവിയൽ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ നോക്കി വേണമെങ്കിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് എടുക്കേണ്ടതാണ്. നന്നായി കുഴഞ്ഞ് വേണമെങ്കിൽ ഈ തേങ്ങയും പച്ചക്കറിയും എല്ലാം കൂടെ നന്നായിട്ട് ചേർത്ത് കുഴച്ച് വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി, ഇത് ആവശ്യത്തിന് വെള്ളമാണ്. എനിക്കിപ്പോൾ കുറച്ച് ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്നതിനെക്കാട്ടി ഒന്ന് കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. കുട്ടികൾക്ക് കൊടുക്കാനും അതാണ് എളുപ്പം. എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ച് എന്നിട്ട് ഇതിലേക്ക് ഇനി കടുക് വറുത്തതും കൂടെ ഇടാം.
നല്ല ചൂടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് എഴുതണം. ഇനി വേറൊരു റെസിപ്പിയായിട്ട് ഉടൻ തന്നെ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും.